വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാവൽസിൻ്റെ ഡിജിറ്റൽ ടൈമർ സ്വിച്ചാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നോർമലി ഇതെങ്ങനെയായിരിക്കും. ഫസ്റ്റ് ബട്ടൺ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെറ്റിംഗ്, അതായത് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരും. അത് കഴിഞ്ഞ് ഇയേഴ്സിൽ നമ്മൾ ഏത് ഇയറാണ് ഇപ്പോഴത്തേത് അത് കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രോഗ്രാമിംഗ് ഹവേഴ്സാണ്, അതായത് നമ്മളുടെ ടൈം കറക്റ്റ് ഇന്നത്തെ ഡേറ്റ്, ടൈം, മിനിറ്റ്സ്, സെക്കൻഡ്സ് എല്ലാം കറക്റ്റായി രേഖപ്പെടുത്തണം. ഡേറ്റും ടൈം സെറ്റായിരിക്കുന്നു. ഇനി നമ്മൾ ഓൺ ഓഫ് ചെയ്യാനുള്ള പ്രോഗ്രാമിനാണ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്നാണ് ഡേറ്റ്, ന്യൂ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാം ഓൺ ഓഫ് കറക്റ്റായി രേഖപ്പെടുത്തണം. ഹവേഴ്സ്, ഓൺ ആവുന്ന ടൈം ആൻഡ് ഓഫ് ആവുന്ന ടൈം, ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് 13 AM, അതായത് നമ്മൾ റെയിൽവേ ടൈം അനുസരിച്ചുള്ള ഇതായിരിക്കും ടൈമർ സ്വിച്ചിൽ പ്രവർത്തിക്കുക. മിനിറ്റ്, സെക്കൻഡ്സ് എന്നിവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡേ 1, ഡേ 2, ഡേ 3 എന്നിങ്ങനെ എല്ലാ ഡേയ്സും ഓക്കെ ആയിരിക്കുന്നു. പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൺ ടൈം ആൻഡ് ഓഫ് ടൈം എന്നിവ സെറ്റ് ചെയ്യേണ്ടതാണ്. ടൈമർ സ്വിച്ചുകൾ വെച്ച് ബെസ്റ്റ് സെലക്ഷൻ ഓഫ് ടൈമർ സ്വിച്ചാണ് ഹാവൽസ്. നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. പ്രോഗ്രാംസ് നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ മെനു ബട്ടണിൽ അറിയാൻ കഴിയും. റീസ്റ്റാർട്ട് വരുമ്പോഴത്തേക്കും 3 ബട്ടണുകൾ, അതായത് മെനു, പിന്നെ കൊടുത്തേക്കുന്ന ഈ 2 ബട്ടൺ, സെൻറ്ററിൽ 2 ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. എൻ്റെ പ്രോഗ്രാം മാനുവൽ എങ്ങനെയാണ് എൻ്റെ കണക്ഷൻ ചെയ്യുക. ഇവിടെ ടൈം സ്വിച്ച് തന്നെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.